ഹലോ, വെരി ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ സെഷൻ ബിഗിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ സെഷനിലും തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് മെഡിറ്റേഷൻ ആണല്ലേ. മെഡിറ്റേഷനിലൂടെ നമ്മൾ ബിഗിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഡിസ്കഷനിലേക്കാണ് പൊതുവെ പോകാറുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സെൽഫിനെ പറ്റി മനസ്സിലാക്കല്ലേ, നമ്മളെ പറ്റി അറിയാനും അനുഭവിക്കാനും വേണ്ടി മാറ്റി വെക്കേണ്ട കുറച്ച് സമയമാണ് ഈ ഒരു 1 hour എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സായിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് പോവാം. നിങ്ങളൊക്കെ റെഡിയാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മെഡിറ്റേഷനിൽ നമ്മൾ ഏറ്റവും റിലാക്സ് ആയിട്ടുള്ള ഒരു പോസ്ചർ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിടക്കുന്നത് അത്ര നല്ലതല്ല, കാരണം കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു പോസിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രോസസ്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയറിലിരിക്കാം. നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഇവരൊക്കെ ചെയ്യുന്നതായിട്ടുള്ള മെഡിറ്റേഷനൊക്കെ നമ്മൾ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവാം. മണ്ഡലം അല്ലെ ചമഞ്ഞിരിക്കുക എന്നൊക്കെ രീതിയിൽ, എനിക്ക് അർത്ഥത്തിന്റെ കറക്റ്റ് നെയിം അറിയില്ല, ആ രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ ഒന്നും ഇരിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ചെയറിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റർ ഇല്ലേ. നമ്മൾ എക്സിക്യൂട്ടീവ് ഒരു ചെയറിൽ നമ്മൾ ഇരിക്കുന്ന സാധാ പോസ്റ്റർ, ആ പോസ്റ്ററിൽ നിങ്ങൾ ഇരുന്നാൽ മതി എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൈ രണ്ട് കൈകൾ നമ്മൾ വെക്കേണ്ടത് വലത് കൈയിന് മുകളിൽ ഇടത് കൈ കയറ്റി വെച്ചിട്ട് ഈ രണ്ട് തമ്പും കൂട്ടിമുട്ടിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് പോകട്ടോ. ഇതിന്റെ സിമ്പിൾ ലോജിക്ക് നമ്മൾ എല്ലാ സെഷനിലും പറഞ്ഞ പോലെ നമ്മൾ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉണ്ട്. അതിനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങൾ തയ്യാറാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ലിമിറ്റേഷൻസ് എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ത്രൂ പൊട്ടൻഷ്യൽ നമ്മളെ സെൽഫിനെ എങ്ങനെ നമ്മൾ എലവേറ്റ് ചെയ്തെടുക്കാം. ഉള്ളിൽ കുറേ കഴിവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ചിന്തകളുടെ കുറേ കഴിവും നമ്മുടെ ചിന്തകൾ കൊണ്ട് കുറേ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ എങ്ങനെ നമുക്കൊരു അപ്ലിക്കേഷൻ ലെവലിലേക്ക്, ആക്ഷൻ ലെവലിലേക്ക് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഡേയ്സ് ആയിട്ട് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയില്ലേ, ഒരു വജ്രം അല്ലെങ്കിൽ ഒരു ഡയമണ്ട് എന്നൊക്കെ പറയുന്നത്, ഡയമണ്ട് ഫസ്റ്റ് ഒരു കാർബൺ കാര്യങ്ങളൊക്കെ ഒടുങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ കാര്യത്തെ നമ്മൾ നിരന്തരമായി ചൂടാക്കിയിട്ടല്ലേ, പിന്നെ നിരന്തരമായി ഷേപ്പിംഗ് ചെയ്തിട്ടല്ലേ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയമണ്ട് ആയിട്ട് മാറുന്നത്. സ്വർണത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കി, എങ്ങനെയാണ് സ്വർണ്ണ ആഭരണമായിട്ട് മാറുന്നത്? സ്വർണം ഫസ്റ്റ് ഒരു കട്ടയായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു മിശ്രിതം. ആ മിശ്രിതം നമ്മൾ നല്ല ഹീറ്റ് കൊടുത്ത് ചൂടാക്കിയിട്ട് ഒരു മൗൾഡിലേക്ക് ഒഴിച്ചിട്ട്, ഒരു അച്ചിയിലേക്ക് ഒഴിച്ചിട്ടാണ് അല്ലേ നല്ല ഭംഗിയുള്ള നമുക്ക് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്, ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെൽഫിനെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ കൗതുകം തോന്നുന്ന രീതിയിൽ നമുക്കും നമ്മളെ ലൈഫിനെ ആസ്വദിക്കാൻ പറ്റും, ചുറ്റുഭാഗം കാണുന്ന ആളുകൾക്കും നമ്മളെ ലൈഫിനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ് ഓരോ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ലിമിറ്റേഷൻസ് എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ലിമിറ്റേഷൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കണ്ടന്റ് ആണ്. സോ മെഡിറ്റേഷനിലേക്ക് ആദ്യം പോവാം. നിങ്ങളൊക്കെ തയ്യാറാന്ന് വിചാരിക്കുന്നു. സോ മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യട്ടോ. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മളെ ലിമിറ്റേഷൻസ് എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ത്രൂ പൊട്ടൻഷ്യനെ നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ, അവേക്കൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ സ്ട്രഗിൾസും കുറേ ആ, ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ ഫേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടല്ലേ ഒന്നാമത് ആ ഒരു പ്രശ്നത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സംഭവം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലം, ഞാൻ ഇപ്പോൾ ഉള്ള ഒരു മൈൻഡ് സെറ്റിനേക്കാളും വലിയൊരു പ്രോബ്ലമാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റൂലേ. കാരണം നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്കുള്ള പ്രോബ്ലത്തേക്കാൾ വലുതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ 10th നമുക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. 10th എക്സാം, SSLC എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റുഭാഗം നമ്മളെ പേരൻസും അതുപോലത്തെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് എന്തോ വലിയ കടമയെത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. എന്നാൽ നമ്മൾ +2 എത്തിയിട്ട് നമ്മൾ 10th നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം അല്ലേ. കാരണം എന്താണ്, 10th സിലബസിനേക്കാളും വലിയൊരു സിലബസ് +2 വന്നപ്പോൾ ഈ 10th എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സിമ്പിൾ ആയിട്ട് മാറി എന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് സെറ്റ് വലുതാവുന്നതിനനുസരിച്ച്, എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസും നമുക്ക് പ്രോബ്ലം അല്ലാതായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം, ലൈഫിൽ പ്രോബ്ലംസും കാര്യങ്ങളും വരും, ഓഫ് കോഴ്സ് ഉറപ്പാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലിമിറ്റേഷൻ നമുക്ക് എങ്ങനെ വന്ന്, എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു സാധനം എടുത്ത് നോക്കുമ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് മാറിയത്? ഒന്നാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഫിയർ ഉണ്ടായത് കൊണ്ടാവാം. ആ ഒരു സംഭവത്തിൽ നമുക്ക് പേടി വന്നത് കൊണ്ടാവാം നമുക്കത് ചെയ്യാൻ ഒരു ലിമിറ്റ് ആയിട്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ്. ശരിക്കും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു സംഭവം ഇന്നേ വരെ രൂപപ്പെട്ടിട്ടുള്ളത് നമുക്കുള്ള വാല്യൂസ്, നമ്മളെ പാഷൻ, നമ്മളെ പേർപ്പസ് ഇതിടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറയുമ്പോൾ തോട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലേ, ഈ തോട്ട്സ് ഇപ്പം എനിക്കുണ്ടാകുന്ന തോട്ട്സ് അല്ല നിങ്ങൾക്കുണ്ടാകുന്ന തോട്ട്സ്, ഓരോ ഇൻഡിവിജ്വലും ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ആണല്ലേ. എങ്ങനെ ഇത് ഓരോന്നും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളെ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ്, നമ്മളെ പാഷനും നമ്മളെ പേർപ്പസും ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് നമ്മുടെ തോട്ട്സും നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ റിലീജിയനൈസ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത് റിലീജിയൻ ആയിട്ടുള്ള വാല്യൂസ് ആവാം, നമ്മളെ പഠിത്തത്തിന് അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ആവാം. പല ആളുകളും ഇപ്പം നമ്മൾ സ്റ്റുഡൻറ് ടീച്ചർ ഇൻട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും പല വാല്യൂസ് ആവും അല്ലേ. ചില ആളുകൾ എങ്ങനെ ആവാം, ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ആ ടീച്ചർ എന്ന് പറയുന്ന സംഭവം എൻ്റെ ടീച്ചറാണ് എന്നൊരു ഫേസിൽ അദ്ദേഹത്തിന് കാണാം. അപ്പൊ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്തായി? എൻ്റെ ഗുരുവാണ്. ആ ഗുരു ഏത് രീതിയിൽ എന്നോട് പെരുമാറിക്കഴിഞ്ഞാലും ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ആസ് എ സ്റ്റുഡൻറ്. ദിസ് ഈസ് മൈ ടീച്ചർ. ഈ ടീച്ചറെ റെസ്പെക്റ്റ് ചെയ്യണം എന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ ആ ടീച്ചർ എന്ത് തന്നെ എന്നെ ഉപദ്രവിച്ചാലും, എന്ത് തന്നെ എന്നെ പറഞ്ഞാലും, എത്ര എന്നെ വാഴ്ത്തി പറഞ്ഞാലും, എത്ര എന്നെ താഴ്ത്തി പറഞ്ഞാലും ഞാൻ ആ ടീച്ചറെ റെസ്പെക്റ്റ് ചെയ്യും. അതാണ് ശരിക്കും ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ ആ ടീച്ചറിന് കൊടുക്കേണ്ടതായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്, ഇങ്ങനെ പല ആളുകളും പല രീതിയിലാണല്ലേ ഇപ്പൊ സ്റ്റുഡൻറ് ടീച്ചർ ഇന്ററാക്ഷൻ എടുക്കുന്നത്. ടീച്ചർ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആണ്ട് പറയുന്നവരുണ്ടാവാം. ഇല്ലെങ്കിൽ എന്താണ്, ടീച്ചർ ഒന്ന് ക്ലാസ് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിൽ ആ ടീച്ചറിനെ കളിയാക്കുന്നവർ, ടീച്ചറിനെ കമാൻഡ് അടിക്കുന്നവർ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണല്ലേ പല ആളുകളും ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം വെച്ചിട്ട് ത്രൂ ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യണ്ടേ. അവിടെ നമ്മൾ റിലീജിയന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിക്കും എന്തിനാണ് റിലീജിയൻ ഫോം ചെയ്തിട്ടുള്ളത്? ഈ ഓരോരോ വാല്യൂസ് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് എന്തും അവന് അല്ലെങ്കിൽ ആ മനുഷ്യന് എന്തിനുള്ള ചോയ്സ് ഉണ്ട്, എടുക്കാനുള്ള ചോയ്സ് ഉണ്ടല്ലേ. അവനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചൂസൺ ചെയ്യാനുള്ള പവർ മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. ഈ ചൂസൺ പവറിലൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം അവൻ ചൂസൺ ചെയ്യേണ്ടത് എന്നൊരു കാര്യത്തോട് കൂടിയിട്ടാണ്, എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും റിലീജിയസ് ആയിട്ടുള്ള കുറെ വാല്യൂസ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ ലിമിറ്റേഷനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിയർ ഉണ്ടായത് കൊണ്ടല്ലേ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പേടി എന്ന സംഭവം വന്നതുകൊണ്ടും, ഞാനിത് ചെയ്താൽ ഫ്ലോപ്പ് ആയി പോവോ എന്നൊരു തോട്ട് മുന്നേ തന്നെ വന്നതുകൊണ്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാ അറിയോ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത്? ഒന്നാമത് നമുക്ക് നമ്മുടെ സെൽഫിൽ ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ്. നമ്മളെ സെൽഫിനെ നമ്മൾ എത്രത്തോളം ഡൗട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യത്തിനും ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വരാം, ലാക്ക് ഓഫ് നമുക്ക് ഫിയർ നമുക്ക് വരാം, ഫിയർ നമുക്ക് കൂടാം. ഈ കാര്യങ്ങളൊക്കെ വരുന്നതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഡൗട്ട് ഉണ്ടായത് കൊണ്ടാണ്. ഒരിക്കലേ നമ്മൾ പ്രവാചകന്മാരൊക്കെ പറ്റി പറയുന്നില്ലേ, ദൈവത്തിന്റെ ദൂതരാണ് പ്രവാചകരെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രവാചകന്മാരൊക്കെ എന്തിനാണ് നമ്മൾ ഈ വേൾഡിൽ വന്നിട്ടുള്ളത്? അവരുടേതായിട്ടുള്ള കൺസെപ്റ്റും അവരുടെ ആശയങ്ങളും ദൈവത്തിന്റെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാവാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെങ്കിലും ഈ പ്രവാചകര് ചിന്തിച്ചിട്ടുണ്ടോ, ഞാനൊരു മനുഷ്യനല്ലേ അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയല്ലേ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധ്യമാകോ എന്നുള്ളത്? പ്രവാചകര് തനിക്ക് ദൗത്യം തന്നത് ആരാണോ ആ ദൗത്യം തന്ന ആ ഒരു ശക്തിയിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് അതെന്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് അതെന്റെ കൂടെ ഹോൾഡ് ഓൺ ചെയ്യുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഒരു സെൽഫ് ഡൗട്ട് പോലും ഇല്ലാതെ മുന്നോട്ടേക്ക് പോയപ്പോഴല്ലേ അവർക്ക് അവരുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്കും നമ്മൾ ലൈഫിൽ കുറേ ലിമിറ്റേഷൻസും കുറേ തോട്ട്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവാം. നമുക്കൊരു പേർപ്പസ് ഉണ്ടായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടും ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് വരുന്നത് എന്തുകൊണ്ടാണ്?
ഒന്നാമത്തെ കാര്യമാണ് ഫിയറും സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ടതും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമ്മളൊക്കെയാണ് ഇത് ചെയ്യുന്നത്, അത് ശരിയാണ്. ആ ഒരു ഈഗോ സെൽഫിൽ നിൽക്കാതെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റില്ലേ എന്നൊരു സെൽഫിൽ നിൽക്കാതെ നമുക്ക് ഈ ദൗത്യം തന്നതാരാണോ, ഈ ചിന്ത തന്നതാരാണോ, ബിഹൈൻഡ് ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, സീക്രറ്റിന്റെ ബിഹൈൻഡ് ദ സീക്രട്ട് നമ്മൾ സീക്ക് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം. അപ്പൊ ഈ ചിന്ത തന്നവൻ ആരാണോ, ആ തന്ന ചിന്തക്ക് ഇത്രയും പവർ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, കുറെ ചിന്തകളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, ചിന്തകളാണ് ഈ ഒരു വേൾഡ് ഇങ്ങനെ ആവാൻ തന്നെ കാരണമായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോസിറ്റീവ് പെർസെപ്ഷനിൽ പറഞ്ഞതാണ് കേട്ടോ. നമ്മളെ വേൾഡിലെ കുറെ സക്സസും അതുപോലെ തന്നെ കുറെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കണ്ടിട്ട് പറയുന്നതാണ്, നമ്മളെ തോട്ട്സ് ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തോട്ട്സിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കാതെ, ഇപ്പൊ പല കുട്ടികളും നമ്മളോട് ഷെയർ ചെയ്യുന്ന സംഭവമാണ്, എക്സാമിനൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു പേടിയാണ്, പരീക്ഷയിൽ പൊട്ടിപ്പോവോ പരാജയപ്പെട്ടു പോവോ, ഈ ഒരു ഡൗട്ട് വന്നിട്ട് പഠിച്ച കാര്യം ഞാൻ മറന്നു പോവുക എന്നുള്ളത്. അതായത് ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് അടുത്തൊരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ഈ സബ്ജക്റ്റിലും സംഭവം പിന്നെയും വന്നിട്ട് ക്ലാഷ് ചെയ്യുക, പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, നമ്മളെന്ന് പറയുന്ന ഈഗോയിൽ ഒരിക്കലും ഇരിക്കാതെ നമുക്ക് ഈ ചിന്തകളും ഈ കഴിവും തന്നതാരാണോ ആ തന്നതിലേക്ക് നമ്മൾ നമ്മളെ ഭാരം ഏൽപ്പിക്കുമ്പോൾ, നമ്മളാണ് സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്തിനുള്ള കഴിവ് കിട്ടും, നമ്മൾ പോലും അറിയാതെ നമുക്ക് ഡിവൈൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത പല പൊട്ടൻഷ്യലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ലിമിറ്റേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം, നമ്മളെ സെൽഫിലുള്ള ഡൗട്ട് കംപ്ലീറ്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കുക. അതായത് ഒരു കാര്യം മുന്നോട്ടേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ലിമിറ്റേഷൻ അല്ലേ വരിക. പല ആളുകളും നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ്, മെൻറ്ററിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിലുണ്ട്, അറ്റൻഡ് ചെയ്ത ജീവിതത്തിൽ വിജയിക്കും എന്നൊക്കെ ഉറപ്പാണ്, പക്ഷെ പണം എനിക്കൊരു പ്രശ്നമാണെന്നുള്ളത്. അപ്പൊ അവരവിടെ കണ്ടിട്ടുള്ള സംഭവം എന്തുകൊണ്ടാ അറിയോ, ഈ പണം എന്നത് പ്രശ്നമാണ്, ഓക്കെ. ആ പ്രശ്നത്തിനപ്പുറമായിട്ട് നമ്മളെ ലൈഫിൽ ഈ ഒരു സംഭവം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതിലേക്ക് ഒരിക്കലും നമ്മൾ നോക്കില്ല. പോലോകോൽ ഒരിക്കലും പറഞ്ഞ പോലെ, മനുഷ്യരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ്, അവന് എന്ത് നടക്കില്ല എന്നതിലേക്കാണ്. അതിനപ്പുറമായിട്ട് എന്ത് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഓരോ ആക്ഷനും നമ്മൾ എടുക്കാൻ തയ്യാറാവുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇന്ന് ഇന്ന് വരെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വേൾഡിൽ ഒരു വലിയ മാസമായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവന്ന ആരെങ്കിലും അവരെ സെൽഫിൽ ഡൗട്ട് വെച്ചിട്ടിരിക്കുകയാണ്, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് വെച്ചിരിക്കുകയാണ്, അവരാ ഇരുത്തല്ലേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് മോട്ടീവായിട്ടുള്ള സംഭവം എന്താണ്, അവർക്ക് മുന്നോട്ടേക്ക് നയിച്ചിട്ട് സംഭവം എന്താണ്, അവർ അവരുടെ പേർപ്പസിൽ വിശ്വസിച്ചു, അവർക്ക് എന്താണോ നേടേണ്ടത് ആ നേടേണ്ടതിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ, പെർഫെക്ഷനിസ്റ്റാണ് നമ്മളൊക്കെ, പെർഫെക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുള്ളൂ, ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് മാറണം എല്ലാ കാര്യങ്ങളും എന്നിങ്ങനെ ശാഠ്യം പിടിച്ചുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് കുറെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. ശരിക്കും പെർഫെക്ഷൻ എങ്ങനെയാണ്, ഈ ചെയ്യുന്നതിലൂടെ ഫാൾട്ട് പറ്റുന്നതിലൂടെ പെർഫെക്റ്റ് ആയിട്ട് വരികയാണ് വേണ്ടത്. ഇല്ലാതെ ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ, എന്നെ കൊണ്ടൊക്കെ എത്ര അല്ലേ പറ്റുള്ളൂ എന്ന തോട്ട്സിലൂടെ വന്നിട്ട് നമ്മൾ കംഫർട്ട് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ തന്നെ സ്റ്റാറ്റസ് വെക്കും, കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്യണം, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൊക്കെ. ശരിക്കും നമ്മളെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ എത്രത്തോളം എന്നെ തന്നെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലേ ഒരു കോഴ്സിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ തന്നെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. അതായത് ബിഗ്ഗസ്റ്റ് ചീറ്റർ എന്ന് പറയുന്നത് നമ്മളെ തോട്ട്സ് തന്നെയാണെന്നുള്ളത്. കാരണം നമ്മളല്ലേ നമുക്ക് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത തോട്ട്സ് ഒക്കെ കൊടുക്കുന്നത്, എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ, ഞാൻ തന്നെ ഇങ്ങനെയാണ് എന്ന രീതിയിൽ നമ്മൾ തന്നെയല്ലേ ലിമിറ്റ് ചെയ്ത് വെക്കുന്നത്. ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കഷ്ടപ്പാട് പോലും അറിയില്ല അല്ലെ. അതായത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തെ നമ്മൾ ചെയ്യാൻ നേരം ഒരു കഷ്ടപ്പാട് പോലും നമുക്ക് അവിടെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ അവിടെ വരുന്നുണ്ട്, നമുക്ക് അവിടെ ഫോക്കസ് കിട്ടുന്നില്ല, ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ കാര്യത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ചെയ്യുന്നത്, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണ്, എന്തായാലും അത് ചെയ്തല്ലേ തീരുള്ളൂ, അത് ചെയ്തിട്ടല്ലേ ലൈഫ് മുന്നോട്ടേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാര്യത്തൊന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങി നോക്കിയേ.
ചെയ്യേണ്ട കാര്യത്തില് നമുക്ക് യഥാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, കുറെ ലിമിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിലും, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, എനിക്ക് ഈ കാര്യത്തില് എന്തൊക്കെയോ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഒരു എഫേർട്ട് പോലും നിങ്ങളറിയില്ല. ഇപ്പൊ ഏതൊരു കാര്യം നിങ്ങൾ എഫേർട്ടായിട്ട് ചെയ്യുന്നുണ്ടോ, അവിടെ നിങ്ങൾ ആ കാര്യത്തെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന സംഭവം എന്താണ്? അതിലേക്ക് നമ്മൾ ഇഷ്ടമെന്ന ചേരുവ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളാണ്. നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങാന്. അത്ര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ഒന്നുമില്ല. നമ്മളെ മൈൻഡില് നമ്മൾ എന്തൊക്കെയോ ആക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിങ്ങട് എറിഞ്ഞാ മതി എന്നുള്ളതാണ്. അതായത് ഈ ലൈഫില് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും നമുക്ക് എന്തില്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ഇസ്ലാമിക സ്പിരിച്വാലിറ്റിയിൽ പ്രത്യേകം പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ഭാരമേൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയാത്തതൊരു കാര്യവും നിങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ച് തരില്ല എന്നുള്ളത്. ഇത് റിലീജിയനൈസ്ഡുള്ള ഖുർആനിലുള്ള ഒരു വേഴ്സാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിലിങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവം? ഈ സൂക്തത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ മീനിങ് ആണ്. അതായത് നമുക്ക് പറ്റുന്നതേ നമ്മുടെ ലൈഫിൽ നമുക്ക് തരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിനെ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഓവർ തോട്ട് ചെയ്തിട്ട് നമുക്ക് പറ്റാത്തതാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ഇതിൽ നമ്മളൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഈ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് നമ്മൾ കളയേണ്ടതായിട്ടുള്ള സംഭവം എന്താണ്? സെൽഫിലോട്ട് പായ എടുത്ത് കളയാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇംപ്രിന്റ് ചെയ്യേണ്ടതാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് നടണല്ലോ. ഈ നടേണ്ടത് എന്താണ്? ലവ് എന്ന് പറയുന്ന ഫാക്ടറാണ്. നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള ലവ് എന്ന് പറയുന്നത് പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ട്ടോ. ഒരു സ്ഥലത്തും നമുക്ക് ഇപ്പൊ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെങ്കിലും ഒരു സോഷ്യലൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ട് അടുത്തൊരു വ്യക്തിയും സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ട് പെരുമാറാൻ പറ്റും എന്നതൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല അല്ലേ? അല്ലെങ്കിൽ എവിടെയും നമുക്ക് പറഞ്ഞു തരുന്നില്ല അല്ലേ? ഒരു വ്യക്തിയെ കണ്ടാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു വ്യക്തിക്കൊന്ന് പുഞ്ചിരിച്ചു കൊടുക്കണം. ഇതുപോലും പലപ്പോഴും നമ്മൾ മറന്നു പോവാണ്. അതായത് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്ന് കയറി കഴിഞ്ഞാല് ആ ഗസ്റ്റിനെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് ആയിട്ട് പോലും പരിഗണിക്കാതെ ഫോണിലും നോക്കി ടിവിയും കണ്ട് നമ്മൾ പലപ്പോഴും പോവാണല്ലേ? നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാല് നമ്മുടെ ചുറ്റുപാട് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് മാറും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു വാല്യൂ കിട്ടണം എന്നല്ലേ? നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യണം എന്നല്ലേ? അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ടുക്കണെന്ന് നടിക്കണം എന്നല്ലേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക? ഈ ആഗ്രഹിക്കുന്നത് നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തു തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സംഭവമാണ് നമുക്കും വാല്യൂ കൊടുക്കുക, അതുപോലെ ചുറ്റുപാടും നമുക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റേഷൻ കളയാൻ വേണ്ടിയിട്ടും ത്രൂ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം നമുക്ക് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കളഞ്ഞിട്ട് അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ട സംഭവം അതിനോടുള്ള ഇഷ്ടം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇഷ്ടം കൂട്ടാൻ എന്ത് ചെയ്യണം? ഇഷ്ടം കുറപ്പിച്ചതായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു സാധനത്തിനോട് ഇഷ്ടം കുറയുന്നത് എപ്പോഴാണ്? അതിലേക്ക് ഇഷ്ടം കുറയാനുള്ള എന്തൊക്കെയോ ചേരുവ ആഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ? ആ ചേരുവകളെല്ലാം എടുത്ത് കളയുന്നതിലൂടെ അതിലേക്ക് നമുക്ക് ഇഷ്ടം വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം, ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു കോളേജ് സ്റ്റുഡന്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ അവിടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക് നൽകിയത്, ആ സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ആയിരിക്കും നമ്മൾ ആ സബ്ജക്റ്റിനെ കാണുന്നുണ്ടാവുക. ഒരാൾ നിങ്ങളോട് പറയാണ്, അല്ലെങ്കിൽ മുന്നേ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ നമ്മൾ സീനിയേഴ്സ് എന്നൊക്കെ പറയില്ല, അവർ പറയാണ് ഈ സബ്ജക്റ്റ് മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ് കേട്ടോ, മാത്സിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ നമുക്ക് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സജഷൻസ് തരുന്നതിലൂടെ നമ്മൾ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തു. ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള ബ്രെയിൻ സ്ട്രക്ചറാണ്. അതുപോലും മനസ്സിലാക്കാതെ അവനെ പോലെ തന്നെ ഞാനും, അല്ലെങ്കിൽ അവനേക്കാൾ ടഫാണോ എന്നാൽ എനിക്കും ടഫാണ് എന്നത് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ടീച്ചർമാർ നമ്മളെ ഹേർട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറയാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ കംപ്ലീറ്റ് ഓക്കെ ഫീലിംഗിൽ ഇരുന്നിട്ട് നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുമോ? എപ്പോഴെങ്കിലും നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുമോ? ക്വാണ്ടം സയൻസിൽ പറയുന്നുണ്ട് ഏതൊരു സാധനത്തിനും എനർജി ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു സാധനത്തിലും എനർജി ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റിനെ എടുത്ത് നോക്കുക, ആ ഒരു സബ്ജക്റ്റിനെ ഒരു എനർജി ആക്കിയിട്ട് ഒന്ന് കണ്ടു നോക്കിയേ. കാരണം ആ ഒരു സബ്ജക്റ്റിന്റെ ഉള്ളിലും എന്തുണ്ട്? ആറ്റംസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അല്ലേ? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക്
അത്ര ബോധ്യപ്പെടാൻ ചാൻസ് കുറവാണ് ട്ടോ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംഭവത്തിനും എനർജി ഉണ്ട്. അതായത് ഏതൊരു ഇമോഷനും എനർജി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ നമുക്കിനി എടുത്തു നോക്കാം. ആ ഒരു സബ്ജക്റ്റിനെ നമ്മളൊരു ബാഡ് ആയിട്ടുള്ള ഇമോഷനാ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ അതന്നെയല്ലേ തിരിച്ചു കിട്ടുള്ളൂ. കാരണം നിങ്ങൾ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത് എന്താണോ അതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞത് പല ലോസും പല കർമ്മ അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലായിട്ട് നമ്മൾ അതിനെ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ നമ്മൾ എന്താ കണ്ടിട്ടുള്ളത്, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അങ്ങനെ കുറേ ബാഡ് ആയിട്ടുള്ള വാക്കും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നിരന്തരമായിട്ട് കൊടുക്കുന്നതിലൂടെ നെഗറ്റീവേ നമ്മളിലേക്ക് വരുള്ളൂ. ഈ അടുത്ത് ഞാനൊരു യാത്ര പോയി. അന്ന് മനസ്സിലായ ഒരു റിയലൈസേഷൻ ഉണ്ട്. അതായത് നമ്മൾ യാത്രയിൽ പോകുമ്പോൾ ഇപ്പൊ ഭയങ്കര ചൂടായിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലേ. നമ്മൾ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. പക്ഷേ നമ്മൾ യാത്രയിൽ പോയിട്ട് നല്ലൊരു നാച്ചുറലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡെസ്റ്റിനേഷൻ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചോളൂ. എന്നിട്ട് നമ്മൾ യാത്ര ചെയ്തിട്ട് പല കുന്നും മുകളൊക്കെ നമ്മൾ കയറിയിട്ടും പല ചൂടിലൂടെ ഒക്കെ നമ്മൾ പോയിട്ട് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടാനുണ്ടല്ലേ. നമ്മൾ വന്ന യാത്രയുടെ ക്ഷീണം പോലും നമ്മൾ അറിയില്ലല്ലേ. നമ്മൾ 8 ഹവർ 9 ഹവർ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടും നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അത് ഇത്ര നമ്മളെ കണ്ണിന് കുളിർമയുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സും കുളിർമയോടെ വന്നിട്ട് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ഹീൽ ചെയ്തിട്ട് പോവലുണ്ടല്ലേ. നമ്മൾ ചിന്തിക്കുന്നത് പോലില്ല. ഇതുപോലെ ലൈഫിനൊന്ന് എടുത്തു നോക്കി നമ്മൾ ഇപ്പൊ ഉണ്ടാവുന്ന അവസ്ഥ എന്താണോ, ഈ നിമിഷം വരെ എന്താണോ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ആ ഓരോ നിമിഷത്തിലും ഇതുവരെ ഉണ്ടായ സംഭവത്തെ ശപിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണോ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. എന്നിരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പിന്നെ അടുത്തതുമായിട്ടുള്ള ലൈഫ് ഈ രീതിയിൽ തന്നെയല്ലേ ഉണ്ടാകാൻ പോവുള്ളൂ. അന്നേരം ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടായി. ബട്ട് ഞാൻ എൻ്റെ സക്സസിനെ കാണുകയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ എൻ്റെ ലൈഫിൽ ആവണം എന്നതിൻ്റെ ഒരു രൂപരേഖ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കറിയാം ഞാൻ എങ്ങനെ ആവുമെന്നുള്ളത്. ആ കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് ഇപ്പത്തെ ലൈഫ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ഇപ്പത്തെ ട്രാജഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നിരന്തരമായിട്ട് നമ്മൾ ശപിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലൈഫിൽ നമ്മൾ എന്തായാലും സക്സസിലേക്ക് എത്തും. നമ്മൾ പറയണില്ലേ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നമ്മൾ പ്രകൃതി നമുക്ക് നേടിത്തരുമെന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റൂളാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. ഈ ആത്മാർത്ഥമായിട്ട് എങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുക, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എന്തും നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴൊരു സെൽഫിനെ വെച്ചിട്ട് ഇപ്പോഴൊരു നമ്മളെ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ തയ്യാറാവുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും, അവിടെ തന്നെ കുടുങ്ങിക്കിടക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ലൈഫിൽ സക്സസ് ആയിട്ട് മാറുമ്പോൾ നമ്മളിങ്ങനെ ഗിൽട്ട് ചെയ്യും, അന്നൊന്നും ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അന്നൊന്നും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ നമ്മളിങ്ങനെ പല തോട്ട്സും നമുക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് സക്സസിനെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും, ഈ സക്സസിനെ പെട്ടെന്ന് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പല ലൈഫ് സ്പാനിലും പല രീതിയിലും നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോൾ 10 വർഷം കൊണ്ട് തീർക്കാം, 5 വർഷം കൊണ്ട് തീർക്കാം, 2 വർഷം കൊണ്ടും തീർക്കാം, അല്ലെങ്കിൽ വളരെക്കാൾ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്ക് തീർക്കാം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ഇതിലേക്ക് നമ്മൾ സാധ്യമാക്കാം, കുറഞ്ഞൊരു ലൈഫ് സ്പാനിൽ എങ്ങനെ നമുക്ക് ഈ ഒരു കാര്യത്തെ നേടിയെടുക്കാം എന്നതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ട ഒരു സംഭവം എന്താണ്, ലിമിറ്റേഷൻ കളയാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് സംഭവം സെൽഫ് ഡൗട്ടിനെ കംപ്ലീറ്റ് എടുത്ത് കളയാം. ആ ഒരു സംഭവത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക എന്നുള്ളതാണ്. പ്രണയിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ, ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു എഫേർട്ട് അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും ഇതിനപ്പുറമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, എത്ര തന്നെ ലിമിറ്റേഷൻ തോട്ട്സ് നമുക്ക് വന്ന് കഴിയാനും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണോ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണോ, അതിനൊരു സക്സസ് എങ്കിൽ നമ്മൾ കണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ അതിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മൾ കണ്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിനെ നമ്മൾ വളമിട്ടുകൊണ്ട് വലുതാക്കിക്കൊണ്ടേയിരിക്കുക. അതിനാണ് നമ്മൾ മൈൻഡ് സ്ക്രിപ്റ്റ് 14th or 15th സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്കുള്ള വാല്യൂസിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അത് നിങ്ങളുടെ ഹാപ്പിനെസ് കാണുക. ചെറിയ ചെറിയ വാല്യൂസ് ആണെന്നുണ്ടെങ്കിലും അതിലും നമ്മൾ എന്തായിട്ട് കാണുക എന്നുള്ളതാണ്. അതും നമ്മൾ ഏറ്റവും വലിയ സംഭവമാക്കിയത് നമുക്ക് കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട അപ്പൊ 3 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തന്നിട്ടോ. ഒന്നാമത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സെൽഫ് ഡൗട്ട് കംപ്ലീറ്റ് എടുത്ത് കളയാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ന ഈഗോയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഈ ചിന്ത തന്നവൻ ആരാണോ, ഈ ചിന്ത തന്ന എൻ്റെ സെൽഫിനെ ഞാൻ കംപ്ലീറ്റ് വിശ്വസിക്കുന്നു, ഐ ബിലീവ് ഇൻ മൈ സെൽഫ് എന്നൊരു കോൺഫിഡൻറ്റോടെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. ഈ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പറയാതെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഐ എം കോൺഫിഡൻറ്റ് ഒക്കെ. അതിനപ്പുറമായിട്ട് നമ്മൾ പറയേണ്ട സംഭവം, ഇതേപോലെയുള്ള
കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ കോൺഫിഡന്റ് ആണ് എങ്ങനെ എൻ്റെ തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. പല ലെജൻസും പറഞ്ഞിട്ടുണ്ട് തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. അവരവിടെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ട് തന്നെ ഉണ്ട് തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് എന്ന് പറയുന്നത്. ഞാൻ പണ്ടൊരിക്കൽ, അതായത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ പഠിച്ചുകൊണ്ടിരിക്കെ എനിക്ക് കംപ്ലീറ്റ് ലിമിറ്റേഷൻ ആയിരുന്നു ഒരു ട്രെയിനിങ്ങിലേക്ക് വരിക എന്ന് പറയുന്നതും ഒരു ട്രെയിനിങ് എടുക്കുക എന്ന് പറയുന്നതൊക്കെ. ബട്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ചിന്തകളിൽ കൊണ്ടുവന്നിട്ട്, നമ്മൾ പഠിച്ചല്ലോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത്, ആ പഠിച്ച കാര്യം കംപ്ലീറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ ചിന്തകളിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പോലും അറിയാതെ പല പോസിബിലിറ്റീസും എൻ്റെ മുന്നിൽ വരികയും എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് ലിമിറ്റേഷൻസ് ഒക്കെ വരും. ഈ ലിമിറ്റേഷൻസിനെ വളർത്ത് നമ്മൾ വലുതാക്കുമ്പോൾ ലിമിറ്റേഷൻസ് എൻ്റെ മുന്നിൽ കാണുള്ളൂ. അതിനപ്പുറമായിട്ട് ഒരു പോസിബിലിറ്റീസ് ആണോ, ഒരു നൂലാണോ എൻ്റെ മുന്നിലുള്ളത്, ആ ഒരു കയറിനെ പിടിച്ചിട്ട് ഞാൻ കയറാൻ തയ്യാറായപ്പോൾ ബാക്കി എല്ലാ കയറുകളും എൻ്റെ മുന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളവ എനിക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോഴാണ് ആ കോൺഫിഡൻറ്റിന് യഥാർത്ഥമായിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ സെഷന്റെയും നമ്മുടെ കോച്ചിങ്ങിന്റെയും ഇമ്പോർട്ടന്റ്. നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന വെൽനെസ് കോച്ചിങ് ആണ്. അതായത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള, മെന്റലി വെൽബീയിങ് എങ്ങനെ നമ്മൾ ഏറ്റവും സൂപ്പർ ആക്കാം, സെറ്റപ്പ് ആക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഒരിക്കലും മോട്ടിവേഷണൽ വീഡിയോസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഏത് നമ്മുടെ ലിമിറ്റേഷൻസും കാര്യങ്ങളും സെൽഫ് ഡൗട്ട് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് കളയുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എന്താണോ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യമില്ലേ, ആ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ട് അതിൽ നമ്മൾ സ്നേഹം കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നാളെ മുതൽ എനിക്ക് എന്ത് ചെയ്യണം, ഒരു പുസ്തകം വായിക്കണം. അതാണ് പുതിയൊരു ഹാബിറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് വെച്ചോളൂ. ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് അച്ചീവ്മെന്റ് ആ കിട്ടുന്നത് എന്ന് നമ്മൾ മൈൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലാരിറ്റി കൊടുക്കണം. അതായത് ഞാൻ പുസ്തകം വായിക്കുന്നതിലൂടെ എൻ്റെ ടൈം എനിക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. എൻ്റെ നോളജ് എനിക്ക് വർദ്ധിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ് അറിവെന്ന് പറയുന്നത്? അറിവെന്ന് പറഞ്ഞത് എപ്പോഴും നമ്മളെ പുനർജീവിപ്പിക്കുന്നതാണ്. പുനർജീവം എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു ജന്മം നമുക്ക് നൽകുന്നതാണ്. പുതിയ ജന്മം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് മാറി, പുതിയൊരു വ്യക്തിത്വമായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ലൈഫ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ, ഇപ്പോഴത്തെ ലൈഫിനെക്കാട്ടി ഒരു അപ്ഡേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ എല്ലാ സാറ്റർഡേയ്സും ഇങ്ങനെ വന്നിരിക്കുന്നത്. റെക്കോർഡിങ്സിലൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് അറിവെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മളിങ്ങനെ ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ കൊടുത്തുകൊണ്ട് തുടങ്ങുമ്പോൾ, എന്തിനു ചെയ്യണം, ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് തന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് ഈ എന്ന് പറയുന്നത്. വാല്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണോ ആ സംഭവത്തിന് നിങ്ങൾ വാല്യൂ കണ്ടു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്നില്ല. നമ്മളെപ്പോഴും പല ആളുകളും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, റിലേറ്റീവ്സിന്റെ അടുത്തേക്ക് പോക്ക് ഭയങ്കര ചടപ്പാണ്, അല്ലെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ല. കാരണം അവർ സ്റ്റഡീസിനെ പറ്റി ചോദിക്കും, ഇപ്പം കൂടിയിട്ട് നമ്മളെ പറ്റി നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓരോന്ന് ഇങ്ങനെ പറയും, കുറേ ഉപദേശവും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർ പോകുമ്പോൾ ഇത്ര ചടപ്പ് ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് ദേ ഡിഡ്ന്റ് ഗിവ് അസ് ദ വാല്യൂ അല്ലേ? അവർ നമുക്കൊരു വാല്യൂ നൽകുന്നില്ല. ഈ ഒരു റീസൺ കൊണ്ടല്ലേ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാൻ നമ്മൾ ഇഷ്ടപ്പെടാത്തത്. നമ്മൾ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്ന, നമ്മളെ പറ്റി നെഗറ്റീവ് വാക്കുകളെ പറയുന്ന ആരെയും അടുത്തേക്ക് നമുക്ക് പോകുന്നത് ഇഷ്ടാവോ എപ്പോഴെങ്കിലും? ഇഷ്ടാവൂലല്ലേ? ഓഫ് കോഴ്സ്. തുടക്കത്തിലൊക്കെ ഇഷ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇഷ്ടം ചോർന്ന് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ ഒരു വ്യക്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ അതിലൊന്ന് എടുത്ത് നോക്കുക. ഇപ്പൊ പഠിക്കണം എന്നുള്ള സംഭവമാണ്, അതൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എടുത്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഈ പഠിക്കണം എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനത്തെ, ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഈ ഫ്രണ്ടിനോട് ഞാൻ എന്ത് എനർജിയാണ് കൊടുക്കുന്നത്, ഏത് തരത്തിലാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ തരത്തിൽ ഞാൻ തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങൾ എന്നെക്കൊണ്ട് നടക്കില്ല, ഞാനെന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. ആ ലിമിറ്റേഷൻ തോട്ട്സിലാണോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നിടത്തൊക്കെ അതിനെ നമ്മൾ പഴി പറഞ്ഞുകൊണ്ട് പല നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സും പല തെറികളും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ടില്ല, എനിക്ക് എന്ത് ഇഷ്ടമാണ് പഠിക്കാൻ, കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യലൊക്കെ, അവർക്ക് എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നത്? കാരണം ദേ ലവ്, ദേ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു. എത്ര പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടൊന്നും ചെയ്യണം, എത്ര നോക്കി പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൽ അവർ പഠിച്ചില്ല. കാരണം എന്താണ്, അവർ ഉള്ളിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ നോക്കാത്തത് കൊണ്ടും കൊടുക്കേണ്ട വാല്യൂ കൊടുക്കാത്തത് കൊണ്ടുമാണ് നമ്മളിലേക്ക് പല കാര്യങ്ങളും സംഭവിക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തിയറി, ഇത് മൈൻഡ് പവറിലുള്ളതാണ്. ഈ ഒരു തിയറി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ രീതിയിൽ നമ്മൾ ഓരോ പ്രവർത്തനം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് നമുക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് അല്ലേ കീ എന്ന് പറയുന്നത്.
എന്ത് തന്നെ നേടിക്കഴിഞ്ഞാലും, എന്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാലും ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്കില്ലാന്നുണ്ടെങ്കില്, ആ കിട്ടിയതിനെ കൊണ്ട് ഒന്നും കാര്യമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ത്? നിങ്ങളെ കടങ്ങളെല്ലാം മാറിയിട്ട്, നമ്മളെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫുള്ള ഒരു വെൽത്ത് നമ്മളിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരിക്കെ നമ്മളിലേക്ക് ഒരാൾ പറയാണ്, എൻ്റെ അടുത്തൊരു 1 crore റുപ്പീസ് ഉണ്ട്. നാളെ നീ നിന്റെ വീട്ടിൽ ഈ 1 crore റുപ്പീസ് ഒന്ന് കൊടുത്തു വെക്കുവോ എന്ന് നമ്മളോട് പറയാന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫിയർ ആണല്ലേ ഉള്ളിൽ വരിക. ഇത്ര പൈസ എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാം എന്നൊരു ഫിയർ അല്ലേ നമുക്ക് നോക്കുന്നത്. കാരണം എന്താണ്? ആ ഒരു നമ്മൾ നമ്മളിൽ സെറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ വെച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ വരുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ചിന്തിക്കാൻ പോകുന്നത് എന്താണ്? എന്ത് പറ്റും? എന്നെ കൊടന്നു വെച്ച കള്ളന്മാർ വന്ന് എന്നെ ഉപദ്രവിക്കോ? ഈ തോട്ട്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഏതൊരു കാര്യത്തെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോഴും ആ ഒരു കാര്യം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരുന്നത്. എന്നാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ മൈൻഡിൽ പോലും നമുക്ക് ആ ഒരു സംഭവത്തെ കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ റിയൽ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പൊ ലൈഫിൽ നമുക്ക് സക്സസ് വേണോ? സക്സസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? മെന്റലി, ഫിസിക്കലി, സോഷ്യലി ഉള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മണിയിൽ ഫൈനാൻഷ്യൽ ആയിട്ട് എന്തായാലും നമുക്ക് ഫ്രീഡം വേണം. പല ആളുകളും പല ലേഡീസിലധികമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വാതോരാതെ സംസാരിക്കും. ഓഫ് കോഴ്സ് അതെന്തായാലും വേണം, വേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ബട്ട് അതിനപ്പുറമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സെൽഫ് എംപവർമെന്റ്, ഇമോഷണൽ എംപവർമെന്റ് വേണമെന്നുള്ളതാണ്. ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലാണെങ്കിൽ പോലും നമുക്കൊരു ഇമോഷണൽ എംപവർമെന്റ് വേണമെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണിത്? കാരണം നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇമോഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം എന്നുള്ളതാണ്. ഇമോഷനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും കരയാതെ ശട്യം പിടിച്ചിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് ദ ടൈം, നമ്മൾ എത്ര നേരമാണോ നമ്മൾ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് കുറക്കാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം, കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോഴല്ലേ നമ്മൾ അതിൽ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ പറയലുണ്ട്, ഫൈനാൻഷ്യലി നമുക്ക് പണം വേണം, അത് വേണം, ഇത് വേണം. ശരിക്കും നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ല വേണ്ടത്. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നേരത്താണോ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാനുള്ള പണം എന്നിൽ കംപ്ലീറ്റ് നേരത്തെ എനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് എനിക്കിപ്പോൾ ഒരു ഉദ്ദേശം വന്നു, ഓക്കെ, അത് ഫുൾഫിൽമെന്റ് എനിക്കൊരു പണം വേണം, ആ പണം എൻ്റെ കയ്യിൽ ഉണ്ടാവുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻ്റെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയാണോ, ഇപ്പൊ നമ്മൾ പല ആളുകളും ഈ റിലേഷൻഷിപ്പിലൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് മാറും. അതായത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എപ്പോഴും കോർ എലമെന്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഒരു കണക്ഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്, ഒരിക്കലും അറ്റാച്ച്മെന്റ് ആയിട്ട് മാറരുത് എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റ് ആയി രണ്ടാൾക്കും പ്രോബ്ലം ആണ്, കണക്ഷൻ എന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും പ്രോബ്ലം ഇല്ല. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് നമ്മൾ ആവുന്നതിലൂടെ നമ്മളെ ഇമോഷൻ ഡ്രിവൺ ചെയ്യുന്നത് അവരായിട്ട് മാറാം. ഒരു നേരം അവരുടെ കോളിങ്ങോ ചാറ്റിങ്ങോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്താണോ അത് കിട്ടാതിരിക്കും, നമ്മൾ ഡൗൺ ആവാം. ശരിക്കും ചുറ്റുഭാഗം നോക്കുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല, പക്ഷെ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഡൗൺ ആക്കുന്നത്. അപ്പൊ നമ്മൾ ആ റിലേഷന് എപ്പോഴും പൈ പറയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ റിലേഷൻ ഉണ്ടായത് കൊണ്ടല്ലേ, ഇങ്ങനെ സംഭവം ഉണ്ടായത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ ഒരിക്കലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എത്ര നമുക്ക് പ്രണയം സ്നേഹം എന്നുണ്ടെങ്കിലും അവിടെ സ്നേഹമായിട്ട് മാറില്ല എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയാലും നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാലും എല്ലാം ഓക്കെ ഫീലിംഗ് ആവും എന്നുള്ളതാണ്. അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹവും പ്രണയവുമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ ലൈഫിനെ വേർത്ത് കണ്ടിട്ട് വാല്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ വാല്യൂ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുഭാഗം സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അറൗണ്ട് നമ്മൾ ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടന്റ്, അപ്പോൾ വളരെ കുറച്ച് ആളുകളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ അല്ലേ? സിമ്പിളാണ്, ഇങ്ങനെ തന്നെയാണ് നമ്മളെ ലൈഫ് എന്ന് പറയുന്നതും. ഓൾ ഓവർ ദ വേൾഡിൽ ഓൺലി 2% പീപ്പിൾസ് സക്സസ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റി നമുക്കറിയാലേ എത്ര സ്ട്രെങ്ത് ആണുള്ളത് എന്ന്. അപ്പൊ അതിന്റെ 2% ആളുകളെ എന്തായാലും സെഷൻ അറ്റൻഡ് ചെയ്യും ഉള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ്സ് കാണുന്ന ആളുകളും കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യട്ടോ. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഹലോ, ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സാറ്റർഡേ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു ടോപ്പിക്കിൽ നമുക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ഇനി നമ്മളൊരു പാക്കേജ് പോലെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഡേയ്സും നമ്മൾ ഏത് ടോപ്പിക്കാണോ നമ്മൾ എടുക്കുന്നത് അത് മുന്നേ തന്നെ റിവീൽ ചെയ്യും. എന്നിട്ട് ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ഒന്നും പാടി ട്രൂത്ത്ഫുൾ ആയിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യാം ട്ടോ.